ഹലോ, ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ രേവതി തിരിച്ചെത്തിയല്ലോ. അങ്ങനെ ലക്ഷ്മി അമ്മ അവിടെ കൊണ്ടാക്കിയിട്ട് പോകാൻ നോക്കുന്നു. എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നൊക്കെ കാഷ്വലായിട്ട് ചോദിക്കുന്നു. അതവിടെ കഴിഞ്ഞു. എന്നിട്ട് നേരെ അകത്തേക്ക് പോയിക്കൊള്ളുന്ന രേവതിയോട് പറയാണ്, വീട് വിട്ട് ഇറങ്ങലൊരു പരിഹാരമല്ല. ചന്ദ്രമതിയും ഞാനും എത്ര വഴക്കിട്ടിട്ടുണ്ട്, പക്ഷേ അവൾ ഇതുവരെ വീട് വിട്ട് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും കുടുംബജീവിതമാകുമ്പം പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ എല്ലാ പ്രശ്നത്തിനും വീട് വിട്ടിറങ്ങാൻ നിന്നാൽ അത് ശരിയാവില്ല. അത് നീ ശരിയാക്കിയെടുക്കണം. നീ ഭാര്യയുടെ അവകാശമൊക്കെ എടുത്ത് പെരുമാറിയാൽ അവൻ നല്ലൊരു ഭർത്താവായി മാറിക്കോളും. മാറ്റിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ രേവതി ഉപദേശിക്കുകയാണ്. എന്നിട്ട് റൂമിലേക്ക് രേവതി പോവും. നമ്മുടെ സച്ചി ആണെങ്കിൽ പിണങ്ങിയിരിക്കുന്നതാണ് പറഞ്ഞത് അമ്മയോടും. അമ്മ സച്ചി എവിടെ ചോദിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുകയാണെന്ന് പറയാം. പക്ഷേങ്കിൽ റൂമിൽ പോയി നോക്കുമ്പം സച്ചി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് രേവതി വന്നു. എന്നിട്ട് പിന്നെ പ്രമോയിൽ കാണുന്ന പോലെ തന്നെ എന്തായി കാണുന്നേ, രേവതി തമ്പുരട്ടി ഇല്ലത്ത് തിരിച്ചെത്തിയോ? ഇല്ലത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല, നിരീച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കളിയാക്കിയിട്ട്. എന്തായാലും നിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഇത്ര പെട്ടെന്ന് തിരിച്ച് എത്തിയെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ പോയെന്നുള്ള സമാധാനത്തിൽ കുറച്ച് പാട്ട് ഇരിക്കായിരുന്നു. 5 പാട്ട് കേട്ടപ്പോൾ തന്നെ നീ ഇങ്ങോട്ട് എത്തി. ഇത് വളരെ മോശമായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എന്തായാലും നീ ഇങ്ങോട്ട് വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ രേവതി ഇങ്ങനെ പറയും, ഈയടാ വഴക്കുണ്ടാക്കിയിട്ട് തിരിച്ച് വിളിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ വരുമെന്നാണോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നീ എന്താ ഉദ്ദേശിച്ചത്? ഇങ്ങനെ സച്ചി പറയും, മാഡം എന്താ ഉദ്ദേശിച്ചത്? അല്ല, എന്നെ കാണാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞതെന്ന് രേവതി പറയും. അപ്പം മാഡം അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുന്ന, തിരിച്ചു വിളിക്കാൻ വേണ്ടി വരുന്നതെന്നല്ല. അച്ഛനോട് എന്തൊക്കെയോ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞിട്ട് പോയതല്ലേ, ഒരു സോറി പറയിപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയിപ്പിക്കാമെന്ന് വെച്ചിട്ട് കാണാൻ വേണ്ടി വരുന്നതെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അച്ഛനോട് ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞു എന്ന്. അപ്പോൾ സച്ചി പറയും, അപ്പോൾ എന്നോട് ആര് സോറി പറയും? ഞാൻ നിന്നോട് ക്ഷമിക്കണ്ടേന്ന് പറയും. അപ്പോൾ രേവതി പറയും, അപ്പോൾ ആദ്യം എന്നോട് സോറി പറ, എന്നിട്ട് ഞാൻ ക്ഷമിക്കാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് സോറി പറയാം. അപ്പോൾ സച്ചി പറയും, അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സോറി പറയാൻ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ രേവതിയും പറയും, ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ അലമാരയിൽ വെക്കാൻ വേണ്ടി പോകും. അപ്പോൾ സച്ചി പറയും, എന്തിനാ വെറുതെ എല്ലാം കൂടെ പുറത്തെടുക്കുന്നത്? ആവശ്യമുള്ളത് മാത്രം പുറത്തെടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വഴക്കുണ്ടാക്കുമ്പോൾ ആ ബാഗ് എടുത്ത് അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലോ. അല്ല, എനിക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്, വെറുതെ എടുത്ത് വെക്കലും അങ്ങനെ. എന്നിട്ട് പിന്നെ രേവതി അതൊന്നും കാര്യമാക്കില്ല. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ചന്ദ്രമതിയും ഇപ്പുറത്തെ ഭാഗത്ത് ചന്ദ്രമതിയും സുധിയാണെങ്കിലും ചന്ദ്രമതി സുധിക്ക് ഭക്ഷണം ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ്. കഴിക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പോയ സന്തോഷത്തിൽ കുറച്ച് മട്ടൻ വാങ്ങിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചാണെന്നൊക്കെ പറയും. അപ്പോൾ പോയ പോലെ തന്നെ അതിനേക്കാൾ സ്പീഡിൽ അവൾ തിരിച്ചു വന്നില്ലേ എന്ന് സുധിയും പറയും. അപ്പോൾ സാറില്ല, കുഴപ്പമില്ല, അവളുടെ അമ്മ കൊണ്ടുവിട്ടതാണ്, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലാണ്ടായിപ്പോയി, ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നമൊക്കെയായിരുന്നു, കുഴപ്പമില്ല, സച്ചിയുടെ കയ്യിലിരിപ്പുണ്ട്, ഇനിയും അവളിങ്ങനെ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അതവിടെ കഴിഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ രവി ഏട്ടൻ്റെ, അതായത് അച്ഛൻ്റെ ഫ്രണ്ട്, അവളുടെ മകളുടെ കല്യാണം വിളിക്കാൻ വേണ്ടി വീട്ടിൽ വരും. എന്നിട്ട് അവർക്കാണെങ്കിൽ ഈ സംഭവം ഒന്നും അറിയില്ല. അപ്പോൾ സുധി ഇങ്ങനെ വരും, ചന്ദ്രമതിയും ഇങ്ങനെ വന്നിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ഇങ്ങനെ ചായ കുടിച്ചിട്ട് പോവാം, മകളുടെ കല്യാണമാണ്, ക്ഷണിക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കാഷ്വലായിട്ടുള്ള ടോക്ക് നടക്കും. അതിലൂടെയൊക്കെ സുധി വരും. എന്നിട്ട് മോൻ്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല, അന്ന് ഞങ്ങളുടെ മോളുടെ നിശ്ചയമായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോഴേക്ക് രേവതി അവിടെ എത്തും. അപ്പോൾ ഇതാണല്ലേ മരുമകൾ എന്ന് പറയും. അപ്പോൾ അച്ഛൻ പറയും, അതെ ഇതാണ് രേവതി മരുമകളാണെന്ന് പറയും. അപ്പോൾ അവർ പറയും, സുധിയും എന്തായാലും മരുമകൾ കൊള്ളാം, കണ്ടുപിടിച്ച മരുമകൾ കൊള്ളാം, സുധിയും രേവതിയും നല്ല മാച്ചുണ്ട് എന്ന് പറയും. അപ്പോൾ എല്ലാവരും ആകെ ഒരു സ്തംഭിച്ച പോലെയാകും. അവിടേക്ക് നമ്മുടെ സച്ചി കടന്നു വരും. സച്ചിക്ക് ഒട്ടും ഇഷ്ടമായില്ല. സച്ചി എന്നിട്ട് പറയും, നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചോ ഇവർ രണ്ടാളും മാച്ച് ഉണ്ടോയെന്ന്? വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയാമെന്നാണോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ മാത്രം നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, എന്താ പ്രശ്നം എന്നൊക്കെ പറയും. നിങ്ങളാരും ജഡ്ജിമാരാണോ? ഇവിടെ നമ്മൾ മാച്ച് ഉണ്ടോ നോക്കാം, സ്കോർ ഇടാനൊക്കെ നിങ്ങളെന്താ ജഡ്ജിമാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി ഇങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവൻ പറയും, ഇവൻ കല്യാണത്തിൻ്റെ അന്ന് ഇവൻ ഒളിച്ചോടി പോയി, എന്നിട്ട് ഇവളുടെ കഴുത്തിൽ താലി ഇട്ടത് ഞാനാണ് എന്നിങ്ങനെ സച്ചി പറയും. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നിങ്ങനെ അവർ പറയും. അപ്പോൾ സച്ചി പറയും, അറിയില്ലെങ്കിലും മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, അറിയാത്ത കാര്യം പറയാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ അച്ഛനിങ്ങനെ പറയും, സച്ചി ഇനി അന്ന് അടങ്ങ്, അവർക്ക് അറിയാത്തത് കൊണ്ടല്ലേ എന്നൊക്കെ പറയും. എന്നിട്ട് എന്താ പ്രശ്നം, എന്താ പറ്റിയെന്നൊക്കെ അവനിങ്ങനെ അന്വേഷിക്കും, അന്നെന്താ പറ്റിയെന്നുള്ളത്.
അപ്പോൾ അവർ പറയും, അല്ല അച്ഛൻ പറയും, അത് അന്ന് കല്യാണത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, സുധിയുടെ കല്യാണമല്ല സച്ചിയുടെ കല്യാണമാണ് നടന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, എല്ലാവരും നീയും ഇത് രേവതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടും, അവർ പറയുന്നത് കേട്ട് നീയും മിണ്ടാതിരുന്നോ, നീ അത് കേട്ട് ഇങ്ങനെ അടങ്ങി നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ രേവതി അത് ഇഷ്ടമായില്ല, നിനക്ക് വായ തുറന്ന് പറഞ്ഞൂടെ, ഇവനല്ല ഈ ഫ്രോഡന്ന് ഒളിച്ചോടിപ്പോയി, ഞാനാണ് നിൻ്റെ കഴുത്ത് താലി കെട്ടിയെന്ന് എനിക്ക് പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതിയോട് പറയും. അങ്ങനെ സുധിയോടും ദേഷ്യപ്പെടും. രേവതി അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോവും, അവരും ഇറങ്ങി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരും ഇറങ്ങും. അപ്പോൾ സുധിയോട് ഇങ്ങനെ പറയും, എന്താ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇംഗ്ലീഷ് പറയുന്നവൻ എന്താ ഒന്നും നാവടങ്ങിപ്പോയോ, നിനക്കറിയാവുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞൂടെ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനന്ന് കല്യാണത്തിന് സമ്മതിച്ചെന്ന് പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സച്ചി കുറച്ച് ദേഷ്യപ്പെടും. അങ്ങനെ ആ സീൻ അവിടെ കഴിഞ്ഞില്ല, ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയും, ഇതാണ് ഞാൻ പറഞ്ഞത്, സുധിയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം, അവൻ്റെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നൊക്കെ. പക്ഷേ രവിയേട്ടൻ ഇത് കാര്യമാക്കിയില്ല, അവന് നടക്കാനാകുമ്പോൾ ഒരു ജോലി കണ്ടുപിടിക്കാൻ പറയും, എന്നിട്ട് മതി കല്യാണമൊക്കെ എന്ന് പറയും. അങ്ങനെ അതിവിടെ കഴിയും. പിന്നെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ ചന്ദ്രമതിയും ബാമച്ചിച്ച് അമ്പലത്തിൽ പോയിട്ട് ചന്ദ്രമതി ഇതൊക്കെ പറയാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, അവൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നൊക്കെ പറയും. അപ്പോൾ ബാമ പറയും, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ, ഒരു നല്ലൊരു കാശുകാരി പെണ്ണുണ്ട്, അവർ പയ്യനെ വിദ്യാഭ്യാസമുള്ള പയ്യനെയാണ് അവർ നോക്കുന്നത്, നമുക്ക് ശരിയാക്കാം, ഞാനിത് ശരിയാക്കി തരാം എന്നൊക്കെ പറയും. അങ്ങനെ ചന്ദ്രമതിക്ക് ഹോപ്പ് കൊടുക്കും. ചന്ദ്രമതിയും പറയും, എങ്ങനെയെങ്കിലും അതൊന്നും ശരിയാക്കിയതിന് കുഴപ്പമില്ല, സമാധാനമായിട്ടിരിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ ഇപ്പുറത്തെ ശ്രുതി നമ്മുടെ സുധിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാലിനിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും ആദ്യം, എന്നിട്ട് നേരിട്ടൊന്ന് കാണണം എന്ന് പറയും. അപ്പോൾ സുധി പറയും, നേരിട്ട് എന്താ പറയാനുള്ളതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറയും. എന്നിട്ട് എവിടേക്കാണ് വരേണ്ടതെന്ന് ചോദിക്കും, ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയും. അങ്ങനെ അവിടെ ഒരു പ്രണയം മുട്ടിട്ടു എന്ന് തോന്നുന്നു ശ്രുതിക്ക്. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് സച്ചി കുളിച്ചിട്ട് വരികയാണ്. രേവതിയാണെങ്കിൽ അവിടെ ഊഞ്ഞാലിരുന്ന് ആടുവാണ്. അപ്പോൾ സച്ചി എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നീ ഇനിയും അത് വിട്ടില്ല, അപ്പോഴത്തെ ദേഷ്യത്തിനൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ ദേഷ്യം വന്നു പറഞ്ഞു പോയതാണെന്നൊക്കെ പറയും. അത് വിടാൻ വേണ്ടി പറയും. എന്നിട്ട് സച്ചി ഇങ്ങനെ തലതോർത്തോണം. അപ്പോഴാണ് രേവതി കഴുത്തിൽ ചെയിൻ ഇല്ലാത്തത് ശ്രദ്ധിക്കുന്നുണ്ട്, സച്ചിയുടെ കഴുത്തിൽ ചെയിൻ ഇല്ലാത്തത്. എന്നിട്ട് ഇങ്ങനെ രേവതി ചോദിക്കും, ചെയിൻ ഇവിടെ പോയി, കുളിക്കുമ്പോൾ ഊരി വെച്ചതാണോ എന്നൊക്കെ ചോദിക്കും. സച്ചി ആണെങ്കിൽ തപ്പി എന്തൊക്കെയോ പറയാണ്. അതിനെ കൊളുത്ത് മാറ്റാൻ വേണ്ടി കൊളുത്ത് ലൂസായ പോലെ തോന്നി, കൊളുത്ത് മാറ്റാൻ വേണ്ടി ജ്വല്ലറിയിൽ കൊടുത്തു. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു മാറ്റുന്നത് നല്ലതെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പാടെ തന്നെ കൊടുത്തു, ബബ്ബ അടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ രേവതി ആദ്യം ചെറിയ വിശ്വസിച്ചു, പിന്നെയും ഇവർ പറയുമ്പോൾ രേവതിക്കൊരു ഡൗട്ട് തോന്നി. കൊളുത്ത് എൻ്റെ അടുത്ത് തന്നുകൂടായിരുന്നു, വാങ്ങിച്ചെടുത്ത് തന്നെ ശരിയാക്കി തരുമായിരുന്നല്ലോ എന്നൊക്കെ പറയും. വണ്ടിയുടെ ടയർ മാറ്റാൻ പോയ പോലെയാണല്ലോ പറയുന്നത്, അവിടെ കൊടുത്തിട്ട് വന്നു എന്നൊക്കെയെന്ന് പറയും. അപ്പോൾ സച്ചി പറയും, എനിക്കറിയാവുന്ന കടയാണ്, കുഴപ്പമൊന്നുമില്ല, അവരൊന്നും ആക്കുമൊന്നുമില്ല, 75 വർഷത്തെ പാരമ്പര്യം എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ രേവതി ഇങ്ങനെ വിശ്വസിച്ച പോലെ ആക്കും. നീ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ല, ഞാൻ പേടിച്ചു പോകുന്നൊക്കെ ഇങ്ങനെ രേവതി പറയാണ്. രേവതി അല്ല, സച്ചി പറയാണ്. അങ്ങനെ അതവിടെ കഴിഞ്ഞിട്ട് സച്ചി പറയും, നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് പുറത്ത് പോകണം, ചെറിയൊരു പാർട്ടി ഉണ്ടെന്ന് പറയും, ഫ്രണ്ട്സ് ഒരു പാർട്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ രേവതി പറയും, എന്ത് പാർട്ടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അല്ല നമ്മളെ വിവാഹം കഴിഞ്ഞതല്ലേ, അതിൻ്റെ പാർട്ടിയാണെന്ന്, ഫ്രണ്ട്സ് നമുക്ക് തരുന്നൊരു വിരുന്നാണെന്ന് പറയും, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം എന്ന് പറയും. അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവും. ബാക്കിയുള്ളത് കണ്ടറിയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.